ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ CSEB എക്സാമിനും അതേപോലെ നമ്മുടെ അപ്പെക്സ് ബാങ്ക് ക്ലർക്ക് അതേപോലെ ഇനി വരുന്ന എല്ലാ കോപ്പറേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനും ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൽ പെടുന്നതാണ് നമ്മുടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ അതിൻ്റെ വർഷം ചോദിക്കാം, അല്ലെങ്കിൽ ചില ഒരു കാര്യങ്ങൾ തന്നിട്ട് ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തതെന്ന് പറയാം, അല്ലെങ്കിൽ കമ്മിറ്റിയുടെ പേര് തന്നിട്ട് ആരാണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയാം, ഏത് വർഷമാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തതെന്ന് തുടങ്ങിയ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ കുറച്ച് കമ്മിറ്റികൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെ കമ്മിറ്റികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ARCRC, അതേപോലെ തന്നെ കാൾവേർട്ട് റോയൽ കമ്മീഷൻ്റെത്, വിഷ്രു കമ്മിറ്റി, അതേപോലെ AIRCSS ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള കമ്മിറ്റികളെ കുറിച്ചിട്ട് നിങ്ങൾ സാധാരണയായിട്ട് പഠിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കമ്മിറ്റികളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മിറ്റികൾ, ഏകദേശം 40 കമ്മിറ്റികളും അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സാധാരണ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. സോ കമ്മിറ്റികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 1892 ഒരു കമ്മിറ്റിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരുന്നു. ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്? മദ്രാസ് ഗവൺമെൻറ് ആണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഏത് ഗവൺമെൻറ് ആയിരുന്നു? മദ്രാസ് ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു. അതായത് നമ്മുടെ ഫ്രെഡറിക് നിക്കോളസൺ, അതേപോലെ ഡൂപ്രനിക്സ്, എഡ്വേർഡ് ലോ അടങ്ങിയിട്ടുള്ള ഈ 3 പേര് അടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു കമ്മിറ്റിയാണ് 1892 ഈ ഒരു കോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്. അത് റിപ്പോർട്ട് സമർപ്പിച്ചത് 1895 അത് എന്ത് ചെയ്തിട്ടുള്ളത്? റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള മെമ്പേഴ്സാണ് ഫ്രെഡറിക് നിക്കോളസൺ, ഡൂപ്രനിക്സ്, അതേപോലെ എഡ്വേർഡ് ലോ. അപ്പോൾ അദ്ദേഹം ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടെത്തലിൽ വന്നാണ് ഫൈൻഡ് റൈഫിസൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോദ്യം പലപ്പോഴായിട്ടുണ്ടായിരുന്നു. ഫൈൻഡ് റൈഫിസൺ എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മദ്രാസ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള നിക്കോളസൺ കമ്മിറ്റിയാണ്. അപ്പോൾ എന്താണ് നിക്കോളസൺ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്? അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി വില്ലേജ് ലെവലിൽ തുടങ്ങുക എന്നതായിരുന്നു മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ് 1892 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. 1895 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ഡൂപ്രനിക്സിൻ്റെ ഒരു ബുക്കായിരുന്നു ദ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ. പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. ഇനി അടുത്തൊരു കമ്മിറ്റിയാണ് 1901 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 1904 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഫാമിൻ കമ്മീഷൻ, അല്ലെങ്കിൽ എഡ്വേർഡ് ലോ കമ്മീഷൻ എന്ന് പറയും. ഫസ്റ്റ് ലോ കമ്മീഷനാണ് ഫാമിൻ കമ്മീഷൻ, അല്ലെങ്കിൽ എഡ്വേർഡ് ലോ കമ്മീഷൻ എന്ന് പറയും. അപ്പം ഇതിലും ആരായിരുന്നു? 3 പേർ തന്നെയായിരുന്നു. എഡ്വേർഡ് ലോ, അതേപോലെ ഫ്രെഡറിക് നിക്കോളസൺ ആൻഡ് ഡൂപ്രനിക്സ് ആയിരുന്നു. അപ്പം ഇതിൻ്റെ ബേസിലാണ് ഈ കമ്മിറ്റി കൊടുത്തിട്ടുള്ള ആ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് 1904 കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 മാർച്ച് 1904 10ാമത്തെ ആക്ട് 10 ഓഫ് 1904 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എത്രയാണ്? 1901 അപ്പോയിൻമെൻറ്റ് ചെയ്തു. 1904 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഫാമിൻ കമ്മീഷൻ അല്ലെങ്കിൽ എഡ്വേർഡ് ലോ കമ്മീഷനാണ് ഫസ്റ്റ് ലോ കമ്മീഷനാണ്. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഫ്രെഡറിക് നിക്കോളസൺ, അതേപോലെ ഡൂപ്രനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്തൊരു കമ്മിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് 1914 ഈ ഒരു കോർപ്പറേഷൻ്റെ പ്രവർത്തനവുമായിട്ട്
ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ കോർപ്പറേഷൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1914 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള മാക്ലഗൻ കമ്മിറ്റി. അപ്പം കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ ദ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ഇൻ ഇന്ത്യ, ദ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ഇൻ ഇന്ത്യ എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കമ്മിറ്റിയാണ്? മാക്ലഗൻ കമ്മിറ്റിയാണ്. അത് 1914 അപ്പോയിൻമെൻറ്റ് ചെയ്തു, 1915 റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ, ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേറ്റീവ് ഓഫ് ഇന്ത്യ, ആ രീതിയിലും അത് പറയുന്നതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ഇതാണ്. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു കോട്ടാണ് ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്നുള്ള ടേം പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇതേ മാക്ലഗൻ കമ്മിറ്റിയാണ്. പിന്നെ എന്തായിരുന്നു? 1 man 1 vote പ്രിൻസിപ്പിൾ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 man 1 vote പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു മാക്ലഗൻ കമ്മിറ്റി ആയിരുന്നു. അപ്പം 1914 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 15 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള മാക്ലഗൻ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഇതിലാണ് 1 man 1 vote, ആ ഒരു പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാക്ലഗൻ കമ്മിറ്റിയാണ്. അതേപോലെ ഇവരുടെ റെക്കമെൻഡേഷനാണ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ്സ് ബാങ്ക്സ്, അതേപോലെ പ്രൊവിൻഷ്യൽ ബാങ്ക്സ്. ഏതൊക്കെ ബാങ്കുകളാണ്? അപ്പെക്സ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, അർബൻ ബാങ്ക്, പ്രൊവിൻഷ്യൽ ബാങ്ക് എന്നത് പറയുന്നത് ആരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു? മാക്ലഗൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. അതിൽ അർബൻ ബാങ്ക് എന്ന് പറയുന്നത് ഇൻഡപ്റ്റഡ് ടു, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അർബൻ ബാങ്ക് ഇൻ ഇന്ത്യ ഇൻഡപ്റ്റഡ് ടു ഏത് കമ്മിറ്റിയാണ്? മാക്ലഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ മാക്ലഗൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ടു എൻഷുർ ദാറ്റ്, എന്ത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കോർപ്പറേഷൻ ഇൻ ഇന്ത്യ വെയർ ഫങ്ഷനിങ് ദ റൈറ്റ് ലൈൻ, അതായത് ഇന്ത്യയിലെ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ റൈറ്റ് ലൈനിലാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയായിരുന്നു നമ്മുടെ മാക്ലഗൻ കമ്മിറ്റി. ഒന്നും കൂടി പറയാം എന്തൊക്കെയായിരുന്നു? 1914 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 15 റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയായിരുന്നു. അതേപോലെ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ഇൻ ഇന്ത്യ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്ന് പറയാം. 1 man 1 vote പ്രിൻസിപ്പിൾസ് ഇത് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്മിറ്റിയാണ്. അതേപോലെ അപ്പെക്സ് ബാങ്ക്, പ്രൊവിൻഷ്യൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, അർബൻ ബാങ്ക്, ഇതൊക്കെ ആരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു? മാക്ലഗൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ അർബൻ ബാങ്ക് ഇൻ ഇന്ത്യ ടോട്ടലി ഇൻഡപ്റ്റഡ് ടു ദ മാക്ലഗൻ കമ്മിറ്റി. So lack of teaching both and after registration, both before and after registration എന്ന് പറഞ്ഞിരിക്കുന്നതും ഏത് കമ്മിറ്റിയായിരുന്നു? മാക്ലഗൻ കമ്മിറ്റിയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കമ്മിറ്റിയാണ് 1926 തുടങ്ങിയിട്ട് 1926 അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും 1928 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1926 അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു, 1928 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ ആരാണ്? എച്ച് കാൾവേർട്ടാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കാൾവേർട്ട് കമ്മിറ്റി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പം ഈ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? എച്ച് കാൾവേർട്ടാണ്. എച്ച് കാൾവേർട്ട് ആരായിരുന്നു? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ ആയിരുന്നു കാൾവേർട്ട് എന്ന് പറയുന്നത്. ദെൻ കാൾവേർട്ടിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒരു ഇതാണ്, അങ്ങനെയുള്ള ഒരു കോട്ടാണ്, ഇഫ് കോർപ്പറേഷൻ fails there will fail the best hope for rural India. If corporation fails there will be fail the best hope of rural India എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേ പറയുന്ന റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എപ്പോഴാണ് അതായത് അപ്പോയിൻമെൻറ്റ് ചെയ്തത്? 1926 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 1928 റിപ്പോർട്ട് സമർപ്പിച്ചത്. ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള റോയൽ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ എച്ച് കാൾവേർട്ട് ആയിരുന്നു. അപ്പോൾ ഈ കാൾവേർട്ട് ആരായിരുന്നു? കാൾവേർട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ ആയിരുന്നു.
ഇനി കാൾവർട്ടിൻ്റെ റെക്കമെൻഡേഷൻ അങ്ങനെയായിരുന്നു. ദ ഫോർമേഷൻ ഓഫ് എൽ എം ബി ലാൻഡ് മോർഗേജ് ബാങ്ക്. LMB എന്ന് പറയുന്നത് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ആരായിരുന്നു? റോയൽ കമ്മീഷനാണ്. പിന്നെന്താണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? പിന്നെന്തായിരിക്കും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതേപോലെ തന്നെ ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി, റെഗുലേറ്റഡ് മാർക്കറ്റ്. ഇവയൊക്കെ ആരുടെ റെക്കമെൻഡേഷനുകളായിരുന്നു? ഈ റോയൽ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. അപ്പം അതിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് സിംഗിൾ പർപ്പസ് സൊസൈറ്റി, ലാൻഡ് മോർഗേജ് ബാങ്ക് ഒക്കെ ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് കമ്മിറ്റിയാണ് 1927 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 1928 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള 1000 കമ്മിറ്റി എന്ന് പറയുന്നത്. 1000 കമ്മിറ്റി എന്ന് പറയുന്നത് ആരായിരുന്നു അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്? മദ്രാസ് ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫോർമേഷൻ ഓഫ് LMB ഇൻ മദ്രാസ്. മദ്രാസിൽ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ഫോർമേഷൻ ഓഫ് LMB ഇൻ മദ്രാസ് അവിടെ ഇത് സ്ഥിതി ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർമേഷൻ ഓഫ് LMB ഇൻ മദ്രാസ് അവിടെ, അതായത് ഫോർ ഫോർമേഷൻ ഓഫ് LMB ഇൻ മദ്രാസിൽ അതായത് LMB ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു നമ്മുടെ 1927 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 28 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള 1000 കമ്മിറ്റി. ഇപ്പോൾ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് 1926-28 അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ റെക്കമെൻഡേഷൻ സിംഗിൾ പർപ്പസ് സൊസൈറ്റി, LMB, അതേപോലെ റെഗുലേറ്റഡ് മാർക്കറ്റ്. അപ്പോൾ അതിൽ LMB മദ്രാസിൽ LMB ഇതാക്കിയിട്ടുള്ള 1000 കമ്മിറ്റിയാണ് 1927 ഇതാക്കിയിട്ട് 28 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഈ കമ്മിറ്റി. ഇനി അടുത്ത കമ്മിറ്റിയാണ് 1935 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള 1935 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു? അതായത് മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റിയുടെ ഒരുപാട് റെക്കമെൻഡേഷനുകളുണ്ട്. ഫസ്റ്റ് അതിൽ മെയിനായിട്ടുള്ള റെക്കമെൻഡേഷനാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഫസ്റ്റ് സ്ട്രെസ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു നമ്മുടെ മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് സ്ട്രെസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു നമ്മുടെ ഇതെന്ന് പറയുന്നത് മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത കമ്മിറ്റിയാണ് 1945 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് 1946 റിപ്പോർട്ട് സമർപ്പിക്കുന്ന സരയ്യ കമ്മിറ്റി. 1945 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് 1946 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള ഏത് കമ്മിറ്റിയായിരുന്നു? സരയ്യ കമ്മിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ എന്താണ് സരയ്യ കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു പ്ലാൻ ഫോർ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിനുള്ളൊരു പ്ലാനിങ്. അതേപോലെ പ്രൈമറി സൊസൈറ്റീസ് റീവൈറ്റലൈസ്ഡ് ആൻഡ് ഫോർമുലേറ്റഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്കുക എന്ന് പറയുന്നത് ആരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു? സരയ്യ കമ്മിറ്റി. ഒന്നും കൂടി പറയാം, നോട്ട് ചെയ്തോളൂ. പ്രൈമറി സൊസൈറ്റീസ് റീവൈറ്റലൈസ്ഡ് ആൻഡ് ഫോർമുലേറ്റഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പ്രൈമറി സൊസൈറ്റികൾ റീവൈറ്റലൈസ് ചെയ്തിട്ട് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്കുക എന്ന് പറയുന്നത് ആരുടെ ഇതായിരുന്നു? ഇതേ പറയുന്ന ഈ സരയ്യ കമ്മിറ്റിയുടെ ആയിരുന്നു.
ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? മൾട്ടി ക്രെഡിറ്റ് അസോസിയേഷൻ ആ ഒരു ടേം ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള 2 റെക്കമെൻഡേഷനുകൾ. അത് കൂടാതെയുള്ള റെക്കമെൻഡേഷനുകളുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് കമ്മിറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 1951 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 1954 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ഭാഗത്തുനിന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, AIRCSC. അപ്പോൾ ഇത് പറയുമ്പോൾ അതുമായിട്ട് ആ ഒരു പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് AIRCRC. അപ്പോൾ മാറിപ്പോകരുത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും ഓൾ ഇന്ത്യ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും തമ്മിൽ മാറിപ്പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതെന്താണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് AIRCSC. ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്? RBI ആണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. RBI അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോൾ 1951 RBI അപ്പോയിൻമെൻറ്റ് ചെയ്തു. 54 റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനി എന്തായിരുന്നു? ഗോർവാല, AD ഗോർവാലയായിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റിയെ നമ്മൾ ഗോർവാല കമ്മിറ്റി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഗോർവാല കമ്മിറ്റിയാണ് AIRCSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കൂടാതെ തന്നെ ഇതിൽ വേറെയും മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു മെമ്പേഴ്സ് എന്ന് പറയുന്നത്? ഡോക്ടർ TR ഗാഡ്ഗിൽ, അതേപോലെ ബി വെങ്കിടപ്പൈ, അതേപോലെ NSR ശാസ്ത്രി, ഇവരായിരുന്നു ഇതിലെ മറ്റുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ NSR ശാസ്ത്രി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആയിരുന്നു മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. AIRCSCയുടെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് NSR ശാസ്ത്രി ആയിരുന്നു. ഇനി അവരുടെ എന്താണ് ഫേമസ് ആയ ഒരു കോട്ട് ഉണ്ട്. എന്തായിരുന്നു കോട്ട് എന്ന് പറയുന്നത്? If cooperation had failed, but it must be succeeded. Cooperation had failed, it must be succeeded എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കോട്ടായിരുന്നു. ഇനി ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് കമ്മിറ്റി സ്റ്റഡീഡ് ദ വർക്കിംഗ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി മറക്കരുത്. ഫസ്റ്റ് കമ്മിറ്റി റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് മൂവ്മെന്റും ഫസ്റ്റ് കമ്മിറ്റി റിലേറ്റഡ് ടു വർക്കിംഗ് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു ഈ AIRCSC. അപ്പോൾ അത് രണ്ടും ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷനും അതേപോലെ തന്നെ ഫസ്റ്റ് കമ്മിറ്റി വിച്ച് സ്റ്റഡീഡ് ദ വർക്കിംഗ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, അത് രണ്ടും മാറിപ്പെടാൻ പാടില്ല. അപ്പോൾ AIRCSCനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ഫസ്റ്റ് കമ്മിറ്റി വിച്ച് സ്റ്റഡീഡ് ദ വർക്കിംഗ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അവർ 3 വോളിയൂംസ് ആയിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ആണ് സർവേ റിപ്പോർട്ട്. ഒന്നാമത്തേതാണ് സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിപ്പോർട്ടാണ് ജനറൽ റിപ്പോർട്ട്. മൂന്നാമത്തെ റിപ്പോർട്ടാണ് ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഈ AIRCSCന നമ്മുടെ മാഗ്ന കാർട്ട ഓഫ്
ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്താണ്? മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അല്ലാതെ പിന്നെന്താണ്? ഇതിനെ ഇന്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടാണ് റൂറൽസിന് വേണ്ടിയിട്ട് ഒരുപാട് ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഒന്നെന്ന് പറഞ്ഞാൽ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, അതേപോലെ ഇന്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ റെക്കമെൻഡേഷനുകൾ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒന്നാമത്താണ് ഫോർമേഷൻ ഓഫ് SBI. ഫോർമേഷൻ ഓഫ് SBI ഫസ്റ്റ് വണ്ണാണ്. സെക്കൻഡ് വണ്ണാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടാമത്തെ റെക്കമെൻഡേഷനാണ്. തേർഡ് വണ്ണാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് ലോൺ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡ്. നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡും എന്താണ് ഇവരുടെ റെക്കമെൻഡേഷനാണ്. നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡ്. ദ നെക്സ്റ്റ് വണ്ണാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗും എന്താണ് ഇവരുടെ റെക്കമെൻഡേഷനാണ്. അതേപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള 7 റെക്കമെൻഡേഷൻ. ഇവയെ കൂടാതെ വേറെ റെക്കമെൻഡേഷൻ. അപ്പോൾ 7 റെക്കമെൻഡേഷൻ ഒന്നും കൂടി നോക്കാം. ഫോർമേഷൻ ഓഫ് SBIയുടെ ഫോർമേഷൻ, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ ഫണ്ടിൻ്റെ ഫോർമേഷൻ, ക്രോപ്പ് ലോൺ സിസ്റ്റം, അതേപോലെ നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡ്, അതേപോലെ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, അതേപോലെ ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇവയൊക്കെ എന്തായിരുന്നു? ഇതിൻ്റെ റെക്കമെൻഡേഷനുകളായിരുന്നു. അതേ കൂടാതെ തന്നെ ഇവർ കുറച്ച് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആരുടെയൊക്കെ കീഴിൽ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലും അതേപോലെ തന്നെ RBIയുടെ കീഴിലും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലും അതേപോലെ RBIയുടെ കീഴിലും ഇവർ കുറച്ച് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഫണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ 3 ഫണ്ടുകളാണ് ഇവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഫണ്ടുകളാണ്? ഒന്നെന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. നമുക്കറിയാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏകദേശം നാഷണൽ ലെവലിൽ. അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, അതേപോലെ നാഷണൽ വെയർ ഹൗസിംഗ് ഫണ്ട്, അതേപോലെ നാഷണൽ അഗ്രികൾച്ചറൽ ആൻഡ് ക്രെഡിറ്റ്, അതായത് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട്. ഇവയൊക്കെയാണ് ഇവരുടെ മെയിൻ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ RBIയുടെ കീഴിലും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഫണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നാഷണൽ അഗ്രികൾച്ചറൽ ആൻഡ് ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് RBIയുടെ കീഴിൽ ഫണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 ഫണ്ടുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലായിരുന്നു. നെക്സ്റ്റ് വരുന്ന 2 ഫണ്ടുകൾ എന്ന് പറയുന്നത് RBIയുടെ കീഴിലാണ്. ഒന്ന് നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻസ് ഫണ്ട്. നാഷണൽ അഗ്രികൾച്ചറൽ ആൻഡ് ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്. ആ ഒരു ഫണ്ടും അതിപ്പോൾ നബാർഡിൻ്റെ കീഴിലാണ്. അതേപോലെ നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും അതും നബാർഡിൻ്റെ കീഴിൽ തന്നെയാണ്. ആ 2 ഫണ്ടും ആണ് RBIയുടെ കീഴിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ പേര് മാറ്റിയിട്ട് നബാർഡ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് അത് നബാർഡാണ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ്. കോപ്പറേറ്റീവ്സുകൾക്ക് ഷോർട്ട് ടേമും മീഡിയം ടേമും ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് അതിൻ്റെ പേര് മാറ്റിയിട്ട് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്കാർബിൽ നിന്നും SCARDBയിൽ നിന്നും ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാനും അതേപോലെ തന്നെ കോപ്പറേറ്റീവ്സുകൾക്ക് ലോങ് ടേം ലോൺസുകൾ
പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആ ഒരു ഫണ്ടുകൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിന് നമ്മൾ ഏകദേശം 40 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ് ടു ദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.